ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചെയ്യുന്ന റീഡിങ് സെലക്റ്റീവ് കാർഡ് അഫർമേഷൻ റീഡിംഗ് ആണ്. ഈ റീഡിങ്ങിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്നിലധികം ദിവസം നിങ്ങൾ അഫർമേഷനായി ഈ റീഡിങ് ഉപയോഗിക്കാവുന്നതാണ്. തുടക്കം മുതലേ പറയാം, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വേണം ഈ റീഡിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങളുടെ വാ തുറന്ന് ശബ്ദം യൂണിവേഴ്സിലേക്ക്, ശബ്ദം എനർജിയാണ്, ആ എനർജി യൂണിവേഴ്സിലേക്ക് വിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. എൻ്റെ വായിൽ നിന്ന് എൻ്റെ പേഴ്സൺ ഒരിക്കലും തിരിച്ചു വരില്ല, എന്നിലേക്ക് വരില്ല, എന്നെ വിട്ടു പോയി എന്നുള്ള കുറേ നെഗറ്റീവ് വേർഡ്സുകൾ ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വാ കൊണ്ട് എന്താണോ പറയുന്നത് അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നെഗറ്റീവ് ആണോ പറയുന്നത് അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നു എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയും തോറും നിങ്ങൾ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നിങ്ങളെ ഉപേക്ഷിക്കാനുള്ള എനർജി യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ബ്രെയിനിലോട്ട് കൊടുക്കുകയാണ്, ചിന്തയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നെഗറ്റീവായി നിങ്ങളുടെ തോട്ടിലുണ്ടെങ്കിൽ അത് ഈ നിമിഷം തന്നെ നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, എൻ്റെ വായിൽ നിന്നും ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ പേഴ്സൻ്റെ പേര് പറയുക. പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വാക്കുകൾ എൻ്റെ വായിൽ നിന്നും ഈ യൂണിവേഴ്സിലേക്ക് വന്ന ആ ശബ്ദ എനർജിയെ ഞാൻ ഈ നിമിഷം തന്നെ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറയുക. ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം ഈ വീഡിയോ നിങ്ങൾ കേൾക്കാൻ. ഇത് നിങ്ങൾ ഒരു ഹെഡ്സെറ്റ് വെച്ചോ അല്ലാതെയോ നിങ്ങൾ ഇത് കേട്ട് വേണം ഉറങ്ങുവാൻ. കാരണം ഇത് നിങ്ങളുടെ ആൽഫ മൈൻഡിൽ കൂടി പ്രവർത്തിച്ച് നിങ്ങളുടെ തലച്ചോറിലുള്ള നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ തന്നെ ആഴത്തിൽ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില വിശ്വാസങ്ങളെ മാറ്റി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുമുള്ള ഒരു അഫർമേഷൻ എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് തണുത്ത വെള്ളത്തിൽ, ഫ്രിഡ്ജിലെ വെള്ളം അയക്കേണ്ട, ഒരു കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമോ അല്ലാതെ നോർമൽ വെള്ളമോ ആയാലും മതി. അത് നിങ്ങൾ മുഖം നല്ല രീതിയിൽ കഴുകി നിങ്ങളുടെ കാലും നല്ല രീതിയിൽ കഴുകി, കുളിച്ചിട്ട് വരുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. അതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം ഇരുന്ന് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് നേരം നിങ്ങളിരുന്ന് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ആ വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ഈ വീഡിയോ കാണുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഗൈഡൻസ് ആദ്യം എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് തുടർച്ചയായി ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ കേൾക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു കണ്ണാടി ഗ്ലാസ് തന്നെയാണെങ്കിൽ അത്രയും നല്ലത്. ഏറ്റവും എനർജി കൂടുതലായിട്ട് അതിലാണ് വരുന്നത്. അപ്പം നിങ്ങൾ എന്താണോ വിചാരിച്ചിരിക്കുന്നത് ആ കാര്യം ആ ഗ്ലാസ്സിലോട്ട് നോക്കി നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്, പേഴ്സൺ വന്നതും നിങ്ങളുമായിട്ട് ആ സ്റ്റാർട്ടിങ്ങിലുണ്ടായ ആ മധുരമായ സ്നേഹത്തിൻ്റെ ഓരോ നിമിഷവും നിങ്ങൾ പങ്ക് വയ്ക്കുക. നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിൽ ആ വിവാഹ സമയവും നിങ്ങളോടുള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ ആലോചിക്കുക. അല്ല, മറ്റ് വ്യക്തികളാണെങ്കിൽ നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം
ഓക്കെ, അതെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതാണ്. പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തിക്കാൻ കഴിയുമോ അത്രത്തോളം പോസിറ്റീവ് ചിന്തിക്കുക. നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടോ, അത് മുഴുവനും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. സന്തോഷമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളും നിങ്ങൾ ആ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഓർത്ത് സന്തോഷം കൊണ്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, എൻ്റെ പേഴ്സൺ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുക. കുറച്ച് നേരം ആ പറഞ്ഞതിന് ശേഷം കുറച്ച് സമയത്തേക്ക് ആ വെള്ളത്തിൻ്റെ നടുവിലേക്ക് നോക്കിയതിന് ശേഷം ആ വെള്ളം വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ചില വ്യക്തികൾക്ക് അത് പ്രകടമായും അനുഭവപ്പെടും. അത് അവരുടെ ഓറ ശക്തി പോലെയാണ്. ഏറ്റവും നല്ല ഓറ പവറുള്ള വ്യക്തികൾ അത് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരു വെള്ള തരംഗങ്ങൾ ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ദൃശ്യമാകും. അത് ഓറ ശക്തി കുറഞ്ഞവർക്ക് വളരെ ചെറിയ വൈബ്രേഷൻ ആയിരിക്കും. ഓറ ശക്തി കൂടിയ വ്യക്തികൾക്ക് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം യൂണിവേഴ്സിനും നിങ്ങളുടെ പേഴ്സണും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീഡിയോയിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ കണ്ടിന്യൂസ് കാണുന്ന സമയങ്ങളിലെല്ലാം ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ദീർഘമായ ശ്വാസം എടുക്കുക. കുറച്ച് നേരം ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ജീവിതം ഇതുപോലെ 3 ഓഫ് സോഡിൻ്റെ പെയിൻ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ച പെയിനാണ്. ഓക്കെ, ഈ ഒരു പെയിനുകളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ അഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയിരിക്കുന്ന എല്ലാ പെയിനുകളുടെയും അല്ലെങ്കിൽ എല്ലാ ചതി വഞ്ചനകളുടെയും മധ്യത്തിലൂടെ ഇതാ യൂണിവേഴ്സിൻ്റെ ഒരു ടവർ വന്നിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരും വേദനയും ഇനി ഉണ്ടാകില്ല. കാരണം ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ടവർ തന്നിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ ഈ 9 ഓഫ് സോഡ്, 3 ഓഫ് സോഡ്, 5 ഓഫ് സോഡ്, 10 ഓഫ് സോഡ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഇതുവരെ എത്ര വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ തന്നെയാണെങ്കിലും അതിൻ്റെ മധ്യത്തിലേക്ക് ഇതാ യൂണിവേഴ്സിൻ്റെ ടവർ വന്നിരിക്കുന്നു. യൂണിവേഴ്സിന് നന്ദി. ഇതുവരെ അനുഭവിച്ച ഈ വേദനകൾക്ക് ടവർ തന്നതിന് യൂണിവേഴ്സിന് നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ ഈ ടവറിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വരികയാണ്. കവിഞ്ഞൊഴുകുന്ന സ്നേഹം, ദ വീൽ ഓഫ് ഫോർച്യൂൺ, സമയചക്രം, യൂണിവേഴ്സിൻ്റെ സമയചക്രം നിങ്ങളിലേക്ക് അനുകൂലമായി കറങ്ങുകയാണ്. യൂണിവേഴ്സിൻ്റെ സമയചക്രം നിങ്ങൾക്കായി കറങ്ങുകയാണ്. എന്തിന്? നിങ്ങളുടെ പേഴ്സൻ്റെ നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ കണ്ണീരിലല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിലാണ് ഇനി നിങ്ങൾ ഉള്ളത്. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാതെയും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് അവരുടെ അടുത്തേക്ക് വരാത്ത വണ്ണം തന്നെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ദൂരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീൽ ഓഫ് ഫോർച്യൂൺ മാറ്റി എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഫോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ സമയം ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. ഒരു മൂവി കാണുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായി നിങ്ങൾ സങ്കല്പിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ബ്ലോക്കുകളും കോളുകളും എല്ലാം ചെയ്യുവാൻ, ബ്ലോക്കുകളെല്ലാം മാറ്റി കോൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ദ വീൽ ഓഫ് ഫോർച്യൂണിന് നന്ദി. സമയചക്രത്തിന് ഞാൻ നന്ദി പറയുന്നു.
എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഇത് ആവർത്തിച്ച് പറയുക. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ബ്ലോക്കുകളും മാറ്റി എന്നോടുള്ള ദേഷ്യവും എല്ലാം മാറി എൻ്റെ പേഴ്സൺ എനിക്ക് മെസ്സേജും കോളും ചെയ്തതിന് ഞാൻ സമയചക്രത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് സമയം അനുകൂലമായി കറങ്ങിയതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ പേഴ്സണ് നന്ദി പറയുക. സമയചക്രത്തിനും നിങ്ങൾ നന്ദി പറയുക. എനിക്ക് സമയം അനുകൂലമായി തീർന്നതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ എല്ലാ ബ്ലോക്കുകളും നീങ്ങി, നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ ബ്ലോക്കുകളും, എല്ലാ ബ്ലാക്ക് മാജിക്കുകളും, എല്ലാ ബ്ലാക്ക് കണ്ണുകളും, ശാപങ്ങളും, നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ വാക്ക് ശാപങ്ങളും മാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, നിങ്ങൾക്ക് വേണ്ടി വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നതിന് നന്ദി പറയുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എന്നിലേക്ക് എൻ്റെ പേഴ്സൺ വന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ നിങ്ങൾ പറയണം. പേഴ്സൻ്റെ പേര് പറയുക. ആ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ പേഴ്സൺ എന്നിൽ എത്തിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സ് ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പഴയതുപോലെ ആദിയിൽ നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിച്ചത്, അതുപോലെ അതിലുപരിയായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നു. അതിനായി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പറയുന്ന സമയത്ത് എൻ്റെ പേഴ്സൺ എന്ന് തന്നെ പറയണം. ഓക്കെ, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതം ഒരു ന്യൂ ബിഗിനിങ് ആയി തീർന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നു. എൻ്റെ പേഴ്സൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. ദ ടവർ വന്ന് എല്ലാം അവസാനിച്ചു. ഇപ്പോൾ കാലചക്രം എൻ്റെയും എൻ്റെ പേഴ്സണും അനുകൂലമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഇടയിലുള്ള എല്ലാ നെഗറ്റീവ് വ്യക്തികളും, എല്ലാ നെഗറ്റീവ് ആൾക്കാരും, എല്ലാ നെഗറ്റീവ് വാക്കുകളും, എല്ലാ നെഗറ്റീവ് ചിന്തകളും ഇവിടെ ടവർ വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ നെഗറ്റീവിനും നീ ടവർ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ മധ്യത്തിലൂടെ ഈ ഒരു നിമിഷം തന്നെ ഞാൻ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ ടവർ വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ സ്നേഹം, എൻ്റെ പേഴ്സൻ്റെ സ്നേഹം എന്നിലേക്ക് പതിമടങ്ങായി എന്നിലേക്ക് കടന്നു വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓരോ പ്രാവശ്യവും നിങ്ങൾ താങ്ക് യു പറയുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള താങ്ക് യു വേണം പറയാൻ. ഒരു ശബ്ദമായി മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് യൂണിവേഴ്സ്, എൻ്റെ പേഴ്സൺ നിങ്ങളുടെ കയ്യിൽ വന്നു, ആ വന്നത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾ ഇപ്പോൾ രണ്ടുപേരും പരസ്പരം, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും പരസ്പരം സ്നേഹം കൈമാറുകയാണ്. എത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചോ അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് സ്നേഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഈ സ്നേഹത്തിനായി നന്ദി പറയുക. അതിനുവേണ്ടി യൂണിവേഴ്സ് ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ട്. യൂണിവേഴ്സിന് നന്ദി. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിങ്ങനെ തന്നെ പറയുക. എൻ്റെ പേഴ്സണെ എന്നിലേക്ക് കൊണ്ടുവന്നതിനായി ഞാൻ നന്ദി പറയുന്നു. കവിഞ്ഞൊഴുകുന്നൊരു സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം എന്നിലേക്ക് തന്നതിനായി യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്ക് നീതി ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതായ എല്ലാ വേദനകൾക്കും എൻ്റെ യൂണിവേഴ്സ് എനിക്ക് നീതി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഞാൻ വിജയിച്ചിരിക്കുന്നു. ഞാൻ ഏത് വിഷയത്തിലാണോ പരാജയപ്പെട്ടത്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണോ പരാജയപ്പെട്ടത്, അവിടെ എനിക്ക് നീതി ലഭിച്ചിരിക്കുന്നു. ഞാൻ വിജയിച്ചിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയ പേഴ്സൺ
ഇപ്പോൾ എന്നിലേക്ക് തിരിച്ചു വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ പേഴ്സൺ ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേഴ്സൺ ഞാനുമായുള്ള വിവാഹം, ഞാനുമായുള്ള ഒരു റീയൂണിയൻ, ഞാനുമായുമുള്ള ഒരു സന്തോഷം, എന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും എൻ്റെ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ പേഴ്സണും ഒപ്പം താങ്ക് യു പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സൺ ഉദിച്ചിരിക്കുകയാണ്. എല്ലാ നിഷ്കളങ്കതയോടുകൂടിയും ഒരു കുഞ്ഞ് എങ്ങനെയാണോ ഈ ഭൂമിയിൽ ഉള്ളത്, അത്രത്തോളം സന്തോഷത്തോടും നിഷ്കളങ്കമായും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ജീവിതം ആഘോഷിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും അതിലുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് തന്നെ എൻ്റെ ജീവിതത്തിൽ തന്ന എൻ്റെ യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു സൂര്യനെ പോലെ എത്രത്തോളം ഉജ്ജ്വലമായി തീരുമോ എൻ്റെ ലൈഫ്, അത്രത്തോളം ഉജ്ജ്വലമാക്കി തീർത്തതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ അന്ധകാരങ്ങളും നീക്കി എൻ്റെ ജീവിതം, എൻ്റെ പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഇത്രത്തോളം ശക്തമാക്കി തീർത്ത യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് കടന്നു വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നോട് ഒരുപാട് അട്രാക്ഷനും സെക്സ് ഫീലിങ്ങും എന്നോട് ഒടുങ്ങാത്തതായ ആവേശവും ഉള്ളതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ ഈ നിമിഷം മുതൽ ഞാൻ സ്ട്രെങ്ത് എടുത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ബലപ്പെടും. ഞാൻ എൻ്റെ സോളിനെ ഞാൻ ബലപ്പെടുത്തിയിരിക്കുന്നു. ഈ നിമിഷം മുതൽ എന്നേക്കും ഞാൻ എൻ്റെ സോളുമായിട്ട് സന്തോഷത്തിലായിരിക്കും. ഞാൻ എൻ്റെ സോളിനെ ശക്തിപ്പെടുത്തും. ഞാൻ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും. ഇനി ഈ ഭൂമിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും. കാരണം യൂണിവേഴ്സ് എന്നോടൊപ്പമുണ്ട്. എനിക്ക് സമാധാനം തരുവാനും എൻ്റെ ഏത് വിഷയത്തിന്മേലും ഒരു ഉത്തരം കൊണ്ടുവരുവാനും എൻ്റെ യൂണിവേഴ്സ്, എനിക്ക് അപ്പനായും അമ്മയായും എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്. പെറ്റമ്മ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം എൻ്റെ കൂടെ ഉള്ളതിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്നു. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് ഞാൻ സ്ട്രോങ് ആയിരിക്കുന്നു. യൂണിവേഴ്സ് എന്നെ സഹായിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഈ റീഡിങ് സ്ഥിരമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറയുന്ന സമയത്ത് ഒരു മൂവി എങ്ങനെയാണോ അതുപോലെ നിങ്ങളിത് കേൾക്കേണ്ടതാണ്, കാണേണ്ടതാണ്. നിങ്ങൾ അകക്കണ്ണുകൊണ്ട് നിങ്ങൾ കാണുക. ഇത് സ്ഥിരമായി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് ഒരു പോസിറ്റീവ് എനർജി പോകുകയും തീർച്ചയായും നിങ്ങളിലേക്ക് വരികയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ട്രൈ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ വരിക തന്നെ ചെയ്യും. ഇത് 100% വർക്കാവുന്ന കാര്യമാണ്. അഫർമേഷൻ. ഓക്കെ, നിങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഫർമേഷൻ സാധ്യമാകൂ. നിങ്ങൾ പോസിറ്റീവായിരിക്കുക. ഇത് ഇത്രയും അഫർമേഷൻ ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് പറയുവാനോ എടുക്കുവാനോ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ ജീവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പേഴ്സണ് ചേസ് ചെയ്യാൻ പോകാതിരിക്കുക. വന്നോ എന്ന് നോക്കാൻ പോകാതിരിക്കുക. മെസ്സേജ് അയച്ചില്ല, ഇത് ഇത്രയും ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വന്ന് എന്നെ ഇപ്പോഴും മെസ്സേജ് ഒന്നും അയക്കുന്നില്ല, എനിക്കിപ്പോഴും ഓപ്പൺ അല്ല, എനിക്കിപ്പോഴും ബ്ലോക്ക് തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ക്യാൻസൽ ചെയ്യുക. എൻ്റെ വായിൽ നിന്നും എൻ്റെ ചിന്തയിൽ നിന്നും ഈ ഒരു കാര്യം ക്യാൻസൽ ചെയ്യുന്നു. ചിലപ്പോൾ വരുമായിരിക്കും, നമ്മുടെ ശീലം അതായത് കൊണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ആ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നിരുന്നാലും നിങ്ങളുടെ പുരികങ്ങളുടെ ഇടയിൽ ചൂണ്ടുവിരൽ തൊട്ടുകൊണ്ട് തന്നെ നിങ്ങൾ പറയണം, ഞാൻ ഇപ്പം ചിന്തിച്ച കാര്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട കാര്യം ഞാൻ ഈ ഒരു നിമിഷം തന്നെ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ക്യാൻസലായി എന്ന്
നമുക്ക് ഒരു വിശ്വാസം ഉള്ളിലേക്ക് വരികയും നിങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവായ തോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. അത് പോസിറ്റീവായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും. ഈ വീഡിയോ കേട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇത് ക്രിയ ചെയ്യുവാൻ ഇടയാകട്ടെ. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പോസിറ്റീവായി തന്നെ ഓരോ ചെവികളിലും പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ, അവരുടെ ചിന്താമണ്ഡലത്തിൽ ഏറ്റവും വലിയ പോസിറ്റീവായി തീരുവാൻ സഹായിക്കണമേ. യൂണിവേഴ്സിൻ്റെ ഒരു അത്യപൂർവ ശക്തി തന്നെ പ്രവഹിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അഫർമേഷൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായി തീരുവാനും അതിനനുസരിച്ചുള്ള കമൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുവാനും ഇടയാകട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. താങ്ക് യു. എൻ്റെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേദനിക്കുന്നതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേഴ്സൺ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി സഹായിക്കുക. നമ്മുടെ കാര്യം മാത്രം നോക്കരുത്. മറ്റ് ആൾക്കാരുടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്നത്. അപ്പം നമ്മൾ ഹൃദയപൂർവ്വം മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ. ഈ വീഡിയോ കാണാത്ത ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. അപ്പം നിങ്ങൾ മറ്റുള്ളവരെയും സഹായിക്കുന്നു എന്നുള്ളതിൽ തന്നെ ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കും. അപ്പം താങ്ക് യു.